الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് സകാത്ത്. വലിയ പ്രാധാന്യത്തോടെയാണ് സകാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളിലും പരാമർശിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തും പരിശോധിച്ചാൽ ധാരാളക്കണക്കിന് വചനങ്ങൾ ഇതിനെ പ്രാധാന്യത്തെ ഉത്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാക്കിഈൻ. നിങ്ങൾ നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകണം. വആതുസ് സകാത്ത, നിങ്ങൾ സകാത്ത് നൽകണം, നിർബന്ധദാനം അത് നൽകണം. വർകഉ മഅർ റാക്കിഈൻ, അള്ളാഹുവിന് കുമ്പിടുന്നവരുടെ കൂട്ടത്തിൽ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും റുക്കൂ ചെയ്യണം അഥവാ നമസ്കരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം എന്ന ആ മഹത്തായ ആദർശം, ആ നിയമസംഹിത, അത് സ്ഥാപിക്കപ്പെട്ടത് 5 തൂണുകളിലായിട്ടാണ്. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുൻ റസൂലുള്ളാഹ്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷി വഹിക്കുന്നു. ഈ 2 ഷഹാദത്താണ് ഒന്നാമത്തേത്. വ ഇഖാമിസ് സ്വലാത്തി, അതുപോലെ നമസ്കാരം അതിന്റെ സമയങ്ങളിൽ, ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ഇബാദത്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം. അപ്പൊ അതാണ് നമസ്കാരം നിലനിർത്തുക എന്നത് 2ാമത്തെ സ്തംഭമാക്കി നിശ്ചയിക്കപ്പെട്ടത്. വ ഈതാഇ സകാത്തി, സകാത്ത് നൽകൽ. വൽ ഹജ്ജ്, അതുപോലെ ആരോഗ്യവും പണവും യാത്രാ സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്.
സൗമു റമദാൻ, ഇപ്പോൾ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ സ്തംഭങ്ങളായി അറിയപ്പെടുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിക്കപ്പെടാതിരിക്കുമ്പോൾ, ഏതെങ്കിലും ഒന്ന് അവഗണിക്കപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒന്ന് തള്ളിക്കളയുമ്പോൾ, ഏതെങ്കിലും ഒന്നിന്റെ മേൽ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല. അത് ബോധപൂർവമുള്ള നിഷേധമാണെങ്കിൽ അത് കുഫറായിത്തീരും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്വർഗപ്രവേശം ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വർഗപ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഈതാഉ സക്കാത്ത്, സക്കാത്ത് നൽകുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സാധാരണക്കാരനായ ഒരു അറാബി വന്നുകൊണ്ട് ചോദിച്ചു, ദുല്ലനി അല അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. പ്രവാചകരെ, എനിക്കൊരു കർമ്മം, ഒരു പ്രവൃത്തി പഠിപ്പിച്ചു തരണം. ഞാൻ അത് ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും, ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ പ്രവൃത്തിയാണ് എന്നെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ. സ്വർഗത്തിൽ കടക്കാനുള്ള വഴികളിൽ ഒന്ന് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. വതുഖീമുസ്സലാത്ത, നീ നമസ്കാരം നിലനിർത്തണം. വതൂതി സകാത്ത, സകാത്ത് കൊടുക്കണം. അൽ മഫ്റൂള, നിർബന്ധമായി വിധിക്കപ്പെട്ട, ഓരോന്നിനും ഓരോ കണക്കനുസരിച്ച് നിർബന്ധമായി കണക്കാക്കപ്പെട്ട സകാത്ത് കൊടുക്കണം. വതസൂമു റമദാൻ, റമദാൻ മാസത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കണം. ഈ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. ഖാല വല്ലദീ നഫ്സി ബിയദിഹി, അപ്പൊ അദ്ദേഹം പറയാണ്, എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ സത്യം, ലാ അസീദു അലാ ദാലിക്, ഇനി വേറൊന്നിനോട് പറയരുത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവനിൽ പങ്കുചേർക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ നമസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, നോമ്പ് നോൽക്കും. ഈ കാര്യങ്ങൾ ഞാൻ നിർവഹിക്കുകയാണ്, ഞാൻ അത് വാക്ക് തരുന്നു, ഞാൻ നിർവഹിക്കാമെന്ന്. വലാ അസീദു അലാ ദാലിക്. ഫലമ്മ വല്ല, അതും പറഞ്ഞ് അദ്ദേഹം പോയപ്പോ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സഹാബത്തിനോട് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫൽയൻദുറ ഇലാ ഹാദാ, ആ പോകുന്ന മനുഷ്യൻ, ഇപ്പൊ അവിടുന്ന് ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം കിട്ടി സംതൃപ്തിയോടുകൂടി പിരിഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളെ കണ്ടാൽ അയാൾ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണ്, നിങ്ങൾ വേണമെങ്കിൽ അയാളെ നോക്കിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചു. അപ്പൊ അതിന്റെ പ്രാധാന്യം, അത്രയും സ്വർഗപ്രവേശനം നൽകാൻ കാരണമാകുന്ന ഒരു പ്രധാന ഇബാദത്തുകളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. റമദാൻ മാസത്തിലാണ് പൊതുവെ, റമദാൻ മാസം സക്കാത്തിന്റെ മാസം എന്നൊന്നും പറയാൻ പറ്റില്ല. സക്കാത്ത് എപ്പോഴും കൊടുക്കാം. അതിന്റെ കണക്കും അതിന്റെ നിസാബും അത് കൊല്ലം പൂർത്തിയായാൽ ഏത് സമയത്തും സക്കാത്ത് ഇഖ്റാജ് ചെയ്യാം. സക്കാത്ത് പുറത്തെടുത്ത് അതിന് കണക്ക് കൂട്ടി ആളുകൾക്ക് കൊടുക്കാം. പക്ഷേ സത്യവിശ്വാസികളായ ആളുകൾ കൂടുതലും അത് റമദാൻ മാസത്തിൽ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം മറ്റ് മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിഫലം ഈ മാസത്തിൽ സൽക്കർമ്മം ചെയ്യുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ഈ മാസം കൂടുതൽ ആളുകൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സക്കാത്തിന്റെ പുണ്യകരമായ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ സാമ്പത്തികമായ ഒരുപാട് അമലു സാലിഹാത്ത് ഇതിൽ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്നു. ഒരു സക്കാത്ത് മാത്രമല്ല, സദഖകൾ, അതുപോലെ തന്നെ ഇഫ്താർ, ധാരാളമായി പല ഭാഗത്തായി ആളുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ തന്നെ ഈ റമദാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നിങ്ങൾ കേട്ടതാണ്, ഈ റമദാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്യാനും അതുപോലെ തന്നെ സദഖകൾ ചെയ്യാനും താല്പര്യം കാണിച്ചിരുന്നു. അടിച്ചു വീശുന്ന കാറ്റ് പോലെ. ഹദീസിൽ ഇപ്രകാരമാണ് വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, മൊത്തം മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉദാരശീലനാണ്. ഉദാരശീലന്മാരുടെ മുന്നിൽ നിൽക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അജിദുമായ യകൂനു ഫി റമദാന, അതിൽ തന്നെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉദാരത സദഖകൾ ചെയ്തിരുന്നത്. അതിന് കാരണമുണ്ട്. ഹീന യൽഖാഹു ജിബ്രീൽ, റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ വരും. വകാന ജിബ്രീൽ യൽഖാഹു ഫി കുല്ലി ലൈലത്തിൻ മിൻ റമദാന, റമദാൻ മാസത്തിന്റെ ഓരോ രാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തുമായിരുന്നു. ഫയുദാരിസുൽ ഖുർആന, എന്നിട്ട് പ്രവാചകനോടൊത്ത് പാഠം നോക്കും. നൽകപ്പെട്ട വഹയികളെല്ലാം പ്രവാചകന്റെ ഹൃദയത്തിൽ ഹൃദിസ്ഥമാണെന്നും അതെല്ലാം സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തുക എന്ന ഡ്യൂട്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. ആ കാരണത്താൽ എല്ലാ രാവിലും ജിബ്രീൽ വരികയും ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അത് പാഠം നോക്കുകയും ചെയ്യുന്ന കാരണത്താൽ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജൂദ് ബിൽ ഖൈർ, ധാരാളക്കണക്കിന് സദഖ ചെയ്യാൻ ആ ദിവസങ്ങളിൽ നബി താല്പര്യം കാണിച്ചിരുന്നു. മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു വെച്ചാണ് റമദാൻ മാസത്തിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ചും അധിക സ്ഥലങ്ങളിലും 27ഓളം സ്ഥലങ്ങളിൽ അത് നമസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അഖീമുസ്സലാത്ത് വാത്തു സക്കാത്ത അംറായി വന്നിട്ടുണ്ട്, ഖബറായി വന്നിട്ടുണ്ട്. അങ്ങനെ പല ശൈലികളിലും സക്കാത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് 27 സ്ഥലങ്ങളിൽ ഖുർആനിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. അപ്പൊ ആ നമസ്കാരം പറഞ്ഞ ഉടനെ തന്നെ സക്കാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണത്. എന്ന് മാത്രമല്ല, അത് നിർബന്ധമായും നിർവഹിക്കപ്പെടേണ്ട ഒരു ആരാധന എന്ന നിലക്കും കൂടുതൽ പരിഗണന അർഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ ആർക്കാണ് ഈ സക്കാത്ത് നൽകേണ്ടത് എന്ന അതിന്റെ അവകാശികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിബീന വഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ ഫരീളത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഒന്ന് ദരിദ്രന്മാരായ ആളുകൾക്ക്, അതായത് ജീവിക്കാൻ വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക്. വൽ മസാകീൻ, അതുപോലെ അഗതികളായ ആളുകൾക്ക്. അഗതികൾ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം നിർവചനമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവരുടെ ബാഹ്യ കാര്യങ്ങൾ നോക്കിയാൽ അവരൊരു പക്ഷേ അങ്ങനെ പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ പാവപ്പെട്ടവരാണ്, വീട്ടിൽ വലിയ വിഷമവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവുമാണ്. എന്നാൽ ആരോടും അത് പറഞ്ഞറിയിക്കാതെ മാന്യമായി ജീവിക്കുന്ന മിസ്കീന്മാർ. വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, സക്കാത്തിന്റെ കണക്കെഴുതി വെക്കുന്ന, സക്കാത്ത് കലക്ട് ചെയ്യാനും അത് വിതരണം ചെയ്യാനും ഒക്കെ ഉദ്യോഗസ്ഥന്മാരായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ, അവർക്കും അതിന്റെ വേതനമായി സക്കാത്തിൽ നിന്ന് എടുക്കാം. വൽ മുഅല്ലഫതി ഖുലൂബുഹും, അതുപോലെ തന്നെ ഇസ്ലാമിനോട് വളരെയധികം താല്പര്യം തോന്നുകയും, അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച് അധിക കാലമൊന്നും ആയിട്ടില്ല, പക്ഷേ പുതു മുസ്ലിങ്ങൾ എന്നാണ് അതിന് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിനോട് അങ്ങേറ്റത്തെ താല്പര്യം തോന്നി ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള വിശ്വാസികളായ പുതിയ മുസ്ലിങ്ങൾ, അവരാണ് മുഅല്ലഫത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫിർ റിഖാബി, അതുപോലെ തന്നെ അടിമമോചനം. അടിമത്വം ഉണ്ടായിരുന്ന കാലത്ത്, അടിമ സമ്പ്രദായം നിലനിന്ന കാലത്ത് അവർക്കും ഒരു സഹായമായി സക്കാത്തിൽ നിന്നൊരു വിഹിതം ഇസ്ലാം നിശ്ചയിച്ചു. കാരണം അവർ അവരുടെ യജമാനന്മാരുമായി ഉടമ്പടിയിൽ ഏർപ്പെടും. ഒരു പ്രത്യേക തുക ഇന്ന കാലത്തിനുള്ളിൽ തന്നു വീട്ടിയാൽ അത് മുഴുവൻ വീട്ടുന്നതോടുകൂടി അവർ സ്വതന്ത്രരാണ്. ഇതാണ് മുക്കാത്തബത്ത് എന്നാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയാം. ഒരു കരാറുണ്ടാക്കലാണ്. അപ്പൊ അതിന് പണം വേണം, ഉടമസ്ഥന് ആ പണം കൊടുക്കണം. അതിന് നിങ്ങൾ സക്കാത്തിൽ നിന്ന് ആ അടിമയെ സഹായിക്കുക. അപ്പൊ അടിമ ഉടമക്ക് ആ പണം കൊടുക്കുമ്പോൾ അയാൾക്ക് വേഗത്തിൽ സ്വാതന്ത്ര്യം നേടാം. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ്. അതുണ്ടായിരുന്ന ആ കാലത്തെ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫിർ റിഖാബ് വൽ ഗാരിമീന, അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർ. അനിവാര്യമായ കാരണങ്ങളാൽ ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല, വളരെയധികം വിഷമമാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടക്കാരന് ആ കടം വീട്ടാൻ വേണ്ടി നിങ്ങൾ സക്കാത്തിൽ നിന്ന് അവന് കൊടുക്കാം. അതുപോലെ തന്നെ ഫീ സബീലില്ലാഹി വബിനി സബീൽ, അതേപ്രകാരം തന്നെ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഈ അള്ളാഹുവിന്റെ മാർഗം എന്നതിന്
ജനറലായി പൊതുവെ പറഞ്ഞാൽ അത് ജിഹാദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളുണ്ട്, ശത്രുക്കളോട് നേരിടേണ്ട ഘട്ടങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ജിഹാദിന് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒബിനിസബീൽ, വഴിയാത്രക്കാരായ, പ്രത്യേകിച്ച് നാട്ടിലെത്താൻ മാർഗമില്ലാതെ വഴിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ, അവരെ നാട്ടിലെത്തിക്കാനും അവർക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അവർക്ക് ഭക്ഷണം നൽകാനും താമസ സൗകര്യങ്ങൾ താൽക്കാലികമായി ഏർപ്പെടാനൊക്കെ ഫണ്ട് വേണ്ടി വരും. അതും നിങ്ങൾക്ക് സകാത്തിൽ നിന്ന് ഉപയോഗിക്കാം. ഫരീദത്തൻ മിനല്ലാഹ്, അള്ളാഹു നിർബന്ധമായി നിശ്ചയിച്ച വിധികളാണിത്. വല്ലാഹു അലീമുൻ ഹക്കീം. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹില്ലു സദഖത്തു ലിഗനിയ്യിൻ വലാ ലിദീ മിർറത്തിൻ സവിയ്യിൻ. അതായത് സകാത്ത് എന്ന് പറയുന്നത് അർഹരായ ഈ പറഞ്ഞ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അതേസമയം ഒരു ഗനിയിന് കൊണ്ടുപോയിട്ട് സക്കാത്ത് കൊടുക്കരുത്. അതായത് സാമ്പത്തിക കഴിവുള്ള, സാമ്പത്തിക ശേഷിയുള്ള, തന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്ന വിധം പണം കയ്യിലുള്ളവന് പിന്നെയും കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഗനിയിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, പണക്കാരന് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വലിദീ മിർറത്തിൻ സബിയിൻ, അരോഗ ദീർഘഗാത്രനായ നല്ല ആരോഗ്യമുള്ള ഒരുത്തന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം അവൻ മഹാമടിയനായി മാറും, ജനങ്ങളെ ആശ്രയിക്കുന്നവനായി മാറും. തടി കൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതിന് താല്പര്യം കാണിക്കാതെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടി നടക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതായിരിക്കരുത് നിങ്ങളുടെ സക്കാത്ത്. എന്നാൽ മൊത്തം നോക്കി അനിവാര്യമായ കാരണങ്ങൾ അവന് അർഹതയുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ആർക്ക് വലിദീ മിർറത്തിൻ സവിയ്യിൻ, നല്ല ആരോഗ്യമുള്ള, നല്ല ശാരീരിക ശേഷിയുള്ള, അവൻ അധ്വാനിക്കാൻ കഴിവുള്ള ആൾക്ക് എത്രയോ ജോലി, അതിന് കൂലി കിട്ടുന്ന മാർഗങ്ങൾ ഇവിടെയുണ്ട്. അതിൽ അധ്വാനിച്ചവൻ ജീവിക്കട്ടെ, സക്കാത്ത് കൊണ്ടല്ല ജീവിക്കേണ്ടത്. അപ്പൊ അവന് കൊടുക്കരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായും നമ്മൾ ചെലവിന് കൊടുക്കേണ്ട ആളുകൾ, ഒന്ന് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കരുത്. അത് നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മളെ തീറ്റി പോറ്റേണ്ടവരാണ്. അതുകൊണ്ട് അതിനും അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. സഹോദരന്മാരെ, നമ്മുടെ എല്ലാ സമ്പത്തിൽ നിന്നും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല? സക്കാത്ത് നിശ്ചയിച്ചില്ല. എല്ലാ സമ്പത്തിനും സക്കാത്തില്ല. നേരെ മറിച്ച് ചില പ്രത്യേക ഇനങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ലോഹങ്ങൾ, എല്ലാ ലോഹങ്ങൾക്കും സക്കാത്തുണ്ടോ? ഇല്ല. സ്വർണത്തിനും വെള്ളിക്കും മാത്രമേ സക്കാത്തുള്ളൂ. എന്നാൽ പ്ലാറ്റിനം, അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റ് വലിയ വില പിടിച്ച കല്ലുകൾ, ഇതിനൊന്നും സക്കാത്തില്ല. അത് നമുക്കുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ അത് കച്ചവടമായി ചെയ്യുന്ന ആളുകളോ കൊടുക്കണം. ലോഹങ്ങൾ, അതുപോലെ തന്നെ കാര്യങ്ങൾ, അതുപോലെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ അതിന് സക്കാത്തില്ല. അവന്റെ വീട്, അവന്റെ കാറ്, അവന്റെ സൗകര്യങ്ങൾ, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അവൻ വ്യക്തിപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതേസമയം ഒരാൾ കാറ് കമ്പനി നടത്തുകയാണെങ്കിലോ, കുറെ കാറുകൾ വെച്ച് അത് വിൽപ്പന നടത്തുന്ന ആളാണെങ്കിലോ, അത് കച്ചവടത്തിന്റെ ഇനത്തിൽ അത് സക്കാത്തിൽ അവൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. സ്വന്തമായി ഉപയോഗിക്കുന്ന കാറിനോ, സ്വന്തമായി ഉപയോഗിക്കുന്ന വീടിനോ, സ്വന്തമായി ഉപയോഗിക്കുന്ന അവന്റെ വസ്തുക്കൾക്കോ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൈസ അലൽ മുസ്ലിമി സദഖത്തുൻ ഫി അബ്ദിഹി വലാ ഫി ഫറസിഹി. അതായത് അടിമകൾക്ക് സക്കാത്തില്ല. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകൾക്ക് എന്ത് ചെയ്യില്ല? ഇത്ര അടിമകൾ ഉണ്ടായാൽ പോലും അവർക്ക് സക്കാത്തില്ല. വലാലി ഫറസിഹി, അവന്റെ കുതിരക്കും സക്കാത്തില്ല. അവന്റെ സവാരിക്കും യാത്രക്കും ഉപയോഗിക്കുന്ന കുതിരക്കും സക്കാത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതുകൊണ്ടാണ് ഇമാം നബവി പറഞ്ഞത് ഇസ്ലാമിന്റെ അസിലാണ്. അതായത് ഒരു വ്യക്തിക്ക് അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാവുന്ന വിധം ഉള്ള വസ്തുക്കൾക്ക് സക്കാത്തില്ല എന്ന് പ്രത്യേകം ഇമാം നബവി പറയാൻ കാരണം ഇത് ആ ഹദീസ് അസിലായി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്വർണം, വെള്ളി, ഇതുപോലെയുള്ള ലോഹങ്ങൾ അതിന് സക്കാത്തുണ്ട്. എന്നാൽ അല്ലാത്ത ചെമ്പ്, അതുപോലെ തന്നെ വേറെ വലിയ വസ്തുക്കൾ, അതൊക്കെ വ്യാപാര വസ്തുക്കളാണെങ്കിൽ കൊടുക്കണം. നിത്യോപയോഗ വസ്തുക്കളാണെങ്കിൽ അതിന് കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും 4 ഇനങ്ങളാണ്. നാണ്യ വിഭാഗത്തിൽപ്പെട്ട സ്വർണവും വെള്ളിയും, അതിൽ തന്നെ നമ്മുടെ നോട്ടുകൾ, നമ്മൾ സാധാരണ വിനിമയത്തിന് ഉപയോഗിക്കപ്പെടുന്ന
പണം, അതൊക്കെ അതിൽപ്പെട്ടു. അതേ പ്രകാരം തന്നെ രണ്ടാമത്തത് നമ്മുടെ കൃഷികൾ, നമ്മുടെ കൃഷി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൃത്യമായി വാത്തു ഹക്കഹുയും ഹസാദിഹി, അത് കൊയ്തെടുക്കുമ്പോൾ അത് അളന്നെടുത്തിട്ട് എത്ര അളവാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുക്കാൻ എത്തേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുള്ളതിൽ നിന്ന് അപ്പോൾ സക്കാത്ത് കൊടുക്കണം. അതേ പ്രകാരം തന്നെ നമുക്ക് കന്നുകാലികളുണ്ടെങ്കിൽ, അത് മൃഗസമ്പത്തുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ: ആട്, മാട്, ഒട്ടകം. ആട്, മാട്, ഒട്ടകങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആ കാലഘട്ടങ്ങളിൽ ധാരാളം ഒട്ടകങ്ങളുള്ളവർ, അതുപോലെ തന്നെ മാടുവർഗത്തിലുള്ളത് ഉടമസ്ഥപ്പെടുത്തിയവർ, അതുപോലെ ധാരാളക്കണക്കിന് ആട്ടിൻകൂട്ടങ്ങളെ നയിച്ചുകൊണ്ട് അത് ഒരു മുതലായി, ഒരു സമ്പത്തായി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ അതിന് സക്കാത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ നിശ്ചയിക്കപ്പെട്ട സക്കാത്തുകൾ അതിൽ നിന്ന് കൊടുക്കണം എന്നർത്ഥം. പിന്നെ ഏറ്റവും നാലാമത്തേത് ഉറൂദ് തിജാറ, കച്ചവടങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കച്ചവടക്കാരായ ആളുകൾ ആ കച്ചവടത്തിൽ അവരുടെ ഷോപ്പിൽ എന്താണോ അപ്പോഴുള്ള ചരക്ക്, അതേ പ്രകാരം തന്നെ അതിന്റെ വിറ്റുവരവിൽ അവരുടെ കയ്യിൽ എത്ര പണമാണോ ഉള്ളത്, ഇതെല്ലാം കൂട്ടി അതിന്റെ മൊത്ത വില കണക്കാക്കി 2.5% അവർ ഒരു വർഷം കൂടുമ്പോൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ 4 ഇനങ്ങളിലാണ് ഇസ്ലാം പ്രധാനമായും സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് സ്വർണത്തിലും വെള്ളിയിലും, മറ്റൊന്ന് കൃഷിയിൽ നിന്ന് കൃഷി ഉൽപാദനത്തിൽ നിന്ന്, അതേ പ്രകാരം തന്നെ മൃഗസമ്പത്തിൽ നിന്ന്, അവസാനത്തേത് കച്ചവടത്തിൽ നിന്ന്. ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു വിവരമായി, അറിവായി നമ്മൾ മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. വിശദമായി ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. കാരണം അതൊരു അറിവാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അറിവാണ്. അത് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനുള്ള സന്മനസ്സും അതിനുള്ള തൗഫീക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഊസിക്കും സാനിയ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. വളരെ ശക്തമായ താക്കീതാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും സക്കാത്ത് നിഷേധികളെ സംബന്ധിച്ച് പറയുന്നത്. നിഷേധികൾ മാത്രമല്ല, സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ഉദാസീനത. ബാക്കിയുള്ള കാര്യത്തിൽ നിസ്കാരത്തിന് വളരെ ആൾ റെഡിയാണ്, അത് ശരിക്കും നിർവഹിക്കും, ജമാഅത്തിനൊക്കെ വളരെ കൃത്യമായിട്ട് ഹാജരാവും. പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ആ കൃത്യനിഷ്ഠ കാണുന്നില്ല. കൊടുക്കും, അങ്ങനെയല്ല സക്കാത്ത്. എന്താണ് വരുമാനം അത് കണക്ക് കൂട്ടി അതിന് പൂർണ്ണമായും തനിക്ക് അവകാശപ്പെട്ട 96 എടുക്കുക. തനിക്ക് അവകാശപ്പെടാത്ത 2.5% ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാത്തക സക്കറുൻ ലഹും. അവരിൽ നിന്ന് വാങ്ങണം സക്കാത്ത്. എന്തുകൊണ്ട്? ആ സക്കാത്ത് അവരെ സംസ്കരിക്കുന്നതാണ്. അവരുടെ അവശിഷ്ട ധനത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ സക്കാത്താകുന്ന ആ ധനം അതിൽ നിന്ന് പുറത്തു പോകണം. അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിന് അങ്ങനെ ധനത്തോടുള്ള പ്രതിപത്തി, ബുഖ്ല്, അതുപോലെ തന്നെ ആർത്തി, കൂടുതൽ കിട്ടാനുള്ള ത്വര, ആഗ്രഹം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമായി നൽകുന്ന ആളുകൾക്ക് ഒരുപാട് സൽസ്വഭാവം വരാനുണ്ട്, ഒരുപാട് ശുദ്ധീകരണം വരാനുണ്ട്. ധനത്തിന്റെ ശുദ്ധീകരണം, അവന്റെ മനസ്സിന്റെ ശുദ്ധീകരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ശുദ്ധീകരണം വരാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് കടുത്ത ശക്തമായ താക്കീതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. സൂറത്ത് തൗബയുടെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും വദൂഖൂ മാ കുൻതും തക്നിസൂൻ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുക. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവന് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അവന് സന്തോഷ വാർത്ത അറിയിക്കണം.
എന്താ ചെയ്യുക? പരലോകത്ത് അവൻ എത്തിക്കഴിഞ്ഞാൽ മഹ്ശറയിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശിക്ഷ തുടങ്ങുന്നതാണ്. എന്താണ്? യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം. ഇവൻ കൂട്ടിവെച്ച ഈ സ്വർണ്ണ വെള്ളി ഇവരുടെ കൂമ്പാരം അത് പലകകളാക്കി മാറ്റപ്പെടും. എന്നിട്ട് നരകത്തിന്റെ ചൂടിൽ അത് ചൂടാക്കപ്പെടും. വയുഹ്മ ബിഹാ, എന്നിട്ട് യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിന്റെ തീയിലിട്ട് ചൂടാക്കും. ഫതുക്കുവാ ബിഹാ ജിബാഹുഹും, അവരുടെ നെറ്റിത്തടങ്ങൾ, വജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ, വലുഹൂറും, അവരുടെ പുറക്, മുതുക്, ഇതെല്ലാം ഈ ചൂടാക്കിയ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാളികൾ കൊണ്ട് ചൂടാക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും, ഹാദാമ കനസ്തും, ആർക്കും കൊടുക്കാതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സക്കാത്തുകൾ നിർവഹിക്കേണ്ടത് നിർവഹിക്കാതെ നീ കെട്ടിപ്പൂട്ടി സംഭരിച്ച നിന്റെ ധനമാണിത്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അങ്ങനെ നിങ്ങൾ നിധിയാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, അതിന്റെ ശിക്ഷ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കോ എന്ന് പറയും. അതുകൊണ്ട് തന്നെ എല്ലാ സക്കാത്ത് കൊടുക്കാതെയും നാം സംഭരിച്ചു വെച്ചിട്ടുള്ള ധനം നമുക്ക് തന്നെ ആപത്തായി മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫില്ലത്തിൻ ലാ യുദ്ദി മിൻ ഹഖഹ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ സുഫിഹത് ലഹു സഫായിഹു മിനൻ നാർ. അബൂ ഹുറൈറ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ്? സ്വർണമുള്ളവൻ, വെള്ളിയുള്ളവൻ അതിന്റെ നിർബന്ധമായ സകാത്തിന്റെ ബാധ്യത കൊടുത്ത് വീട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യൗമുൽ ഖിയാമത്തിൽ അതെല്ലാം പലകകളാക്കി മാറ്റപ്പെടും. എന്നിട്ട് നരകത്തിന്റെ അഗ്നിയിൽ ഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ അത് ചൂടാക്കപ്പെടും. വയിക്വാ ബിഹാ ജംബുഹു വജബീനുഹു വളുഹ്റുഹു, അവന്റെ പുറത്തും അവന്റെ നെറ്റിയിലും അവന്റെ പാർശ്വഭാഗങ്ങളിലും അത് ചൂടുവെക്കപ്പെടും. കുല്ലമാ ബറദത്ത്, ചൂട് അവന് കൊടുത്ത് ആ ചൂടാക്കിയ ലോഹങ്ങൾ തണുത്തു പോകുമ്പോൾ വൈദത്തിലഹു, വീണ്ടും അത് നരകാഗ്നിയിലിട്ട് കാച്ചും. അപ്പൊ തണുത്താൽ വീണ്ടും ചൂടാക്കും. സുമ്മ യുഖ്ളാ ബൈനൽ, അങ്ങനെ ഏതുപോലെ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, ഒരു ദിവസത്തിന് 50,000 വർഷങ്ങളുടെ ദൈർഘ്യം എന്ന് പറയപ്പെട്ട ആ മഹ്ശറ ഭൂമിയിൽ നടക്കുന്ന കാഴ്ചയാണിത്. ഹത്താ യുഖ്ളാ ബൈനൽ ഇബാദ്, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അള്ളാഹു ജനങ്ങൾക്കിടയിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് വരെ. ഫയുറാ സബീലുഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ, അങ്ങനെ അള്ളാഹുവിന്റെ വിധി നടപ്പാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ജനങ്ങൾ മാറ്റപ്പെടും. അതുവരെയും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ഗൗരവമുള്ള കാര്യമാണത്. അതുകൊണ്ട് നാം ദാനധർമ്മ നിർബന്ധമായ സക്കാത്ത് കൊടുത്തു വീട്ടി അതിന് തീർച്ചയായിട്ടും അതിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ വഹുവ യുഖ്ലിഫുഹു വ ഖൈറുർ റാസിഖീൻ. സഹോദരന്മാരെ, അങ്ങനെ സക്കാത്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ധനമൊന്നും കുറഞ്ഞു പോവുകയില്ല. എന്ത് വിനിമയം ചെയ്താലും അത് പകരം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബഇന്റെ 39-ാമത്തെ വചനത്തിൽ പറയുന്നത്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ എന്ത് ചെലവാക്കിയാലും വഹുവ യുഖ്ലിഫുഹു, അപ്പം തന്നെ അത് പകരം വരും. അപ്പം തന്നെ നിങ്ങൾക്കത് പകരമായി, ആ നഷ്ടത്തിന് പകരമായി നിങ്ങൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം നൽകുമോ. ഖൈറുർ റാസിഖീൻ, അവൻ ഏറ്റവും വലിയ റിസ്ക് നൽകുന്നവനാണ്. അതുകൊണ്ടാണ് മാ നഖസ മാലു മിൻ സദഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സദഖ കൊടുത്തിട്ട്, ധർമ്മം കൊടുത്തിട്ട് ഒരു ധനവും കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് തന്നെ കാല വിപത്തുകളും വിഷമങ്ങളും മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന പല പരീക്ഷണങ്ങളും ഇതുപോലെയുള്ള ദാനധർമ്മങ്ങൾ കൊണ്ട് തടുക്കാനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സനായുൽ മഅറൂഫി തഖി മസാരിഉസ് സൂ, ഒരാൾ നന്മ ചെയ്യാണ്, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ നല്ല കാര്യങ്ങൾ ചെയ്താൽ തഖി മസാരിഉസ് സൂ, അവന് വരുന്ന വിപത്തുകൾ അതുകൊണ്ട് തടുക്കപ്പെടും. വസദഖത്തു സിർരി, ആരും അറിയാതെ അവൻ കൊടുക്കുന്ന സദഖ തുത്ഫി ഗളബർ റബ്ബ്, റബ്ബിന്റെ കോപം കെടുത്തിക്കളയും. വസിലത്തുർ റഹം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ തസീദു ഫിൽ ഉംർ, അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും. സഹോദരന്മാരെ, ഒരു സൽപ്രവൃത്തി ചെയ്താൽ അതിന്റെ നേട്ടങ്ങൾ അവിടെ തന്നെ വിശദീകരിക്കുകയാണ്. മനുഷ്യന് വരാൻ പോകുന്ന വിപത്തുകൾ തടയാൻ ദാനധർമ്മങ്ങൾ മതിയാവും, സൽക്കർമ്മങ്ങൾ മതിയാവും. അള്ളാഹുവിന്റെ ദേഷ്യത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ, പടച്ചവന്റെ ദേഷ്യമില്ലാതെയാവാൻ, നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകാൻ നിങ്ങൾ ധർമ്മം ചെയ്താൽ മതി. അത് സ്വകാര്യമാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ധർമ്മം നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഒരുപാട് ഗുണങ്ങൾ ദുനിയവിയായി തന്നെ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് നിങ്ങളുടെ സക്കാത്ത് നൽകുന്നത് എന്നർത്ഥം.
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനുൽ ഖത്റ മിനസ് സമാ. മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവലാദികളും വേവലാദികളും പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. എന്താ മഴ വരാത്ത? ഒരു തുള്ളി മഴയില്ല. എന്താണ് ചൂട്? എന്താണ് ഉഷ്ണം? പക്ഷേ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ സകാത്ത് കൊടുക്കാത്ത ഒരു സമൂഹം, നിർബന്ധമായും അള്ളാഹു കൽപ്പിച്ച സക്കാത്ത് നിർവഹിക്കാത്ത ഒരു സമൂഹത്തിന് ഇല്ലാ മുനുൽ ഖത്റ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു തുള്ളി വെള്ളം താഴോട്ട് വീഴില്ല. മഴ തടയപ്പെടും. ഇനി അഥവാ വല്ല മഴയും ഒറ്റപ്പെട്ട മഴ കിട്ടിയാൽ തന്നെ അത് ഈ മനുഷ്യരോടുള്ള കാരുണ്യം കൊണ്ടല്ല. വലൂലൽ ബഹായിം, ഈ മേഞ്ഞു നടക്കുന്ന നാക്കാലികളില്ലായിരുന്നുവെങ്കിൽ ലം യുംതറു, അവർക്ക് മഴ തന്നെ കിട്ടില്ല. ഭൂമിയിൽ മനുഷ്യരെ മാത്രമല്ലല്ലോ ഉള്ളത്, ജീവജാലങ്ങളുണ്ട്, പറവകളുണ്ട്, മൃഗങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, ഇഴജന്തുക്കളുണ്ട്. ഇവർക്കൊക്കെ വെള്ളം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവികളോടുള്ള കാരുണ്യം കൊണ്ടാണ് മഴ തരുന്നത്. മനുഷ്യനെ വിചാരിച്ചാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. കാരണം അവർ സക്കാത്ത് നിഷേധികളാണ്. അപ്പൊ സക്കാത്തിനെ നിഷേധിച്ചാൽ മഴ തടയപ്പെടും എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുത്തു തീർക്കേണ്ട നിർബന്ധമായ സക്കാത്ത് ബാധ്യത കൊടുത്തു തീർക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അത് സ്വീകരിക്കുന്നവരുടെ മാന്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവന്റെ സംതൃപ്തി നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.